ഹായ്, ഞാൻ ലിയോ മാർക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഭാവിയിൽ വളർച്ചാ സാധ്യതയുള്ള രണ്ട് സ്റ്റോക്കും അതുകൂടാണ്ട് ഇപ്പോഴത്തെ മാർക്കറ്റിൻ്റെ ഒരു നിലയും എൻ്റെ അഭിപ്രായത്തിൽ എന്താണെന്നുള്ളതും കൂടിയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതൊരു ബയ്യർ സെല്ലർ റെക്കമെൻഡേഷനും നല്ല കാര്യങ്ങൾ പറയുന്ന കമ്പനിയെ പരിചയപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ. നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മാർക്കറ്റ് മൂഡ് ഇൻഡെക്സിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് പലവട്ടം കാണിച്ചിട്ടുള്ളൊരു ഇൻഡെക്സാണ്. അപ്പോൾ ഈ ഒരു ഇൻഡെക്സിൻ്റെ ഒരു മോഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 സോണായിട്ട് ഇതുണ്ട്. അതിൻ്റെ അകത്ത് ഒരു സോൺ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ഫിയർ എന്ന് പറഞ്ഞിട്ടുള്ളത്, പിന്നെ ഫിയർ, ഗ്രീഡ്, എക്സ്ട്രീം ഗ്രീഡ്. അപ്പോൾ ഈ രണ്ട് എക്സ്ട്രീം ഗ്രീഡും എക്സ്ട്രീം ഫിയറുമാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത്. എക്സ്ട്രീം ഗ്രീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 70 മുകളിലേക്ക് വരുമ്പോഴാണ് ആ പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് സ്റ്റോക്ക് കിട്ടിയാലും അത് ഇനിയും വലിയ റാലി നടത്തുമെന്ന് തോന്നിയിട്ട് നമുക്ക് തന്നെ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് കൂടി ബാധിച്ച് ഇനി നമ്മൾ കിട്ടുന്ന സ്റ്റോക്ക് ഏതായാലും നമുക്ക് വാങ്ങിക്കാൻ ഭയങ്കര ധൈര്യം കാണിക്കുന്ന ഒരു പോയിൻ്റാണ്. പ്രത്യേകിച്ച് സാധാരണക്കാർ എന്ന് വെച്ചാൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ആ ധൈര്യം കാണിക്കുന്ന ഒരു പോയിൻ്റാണ് ഏത് എക്സ്ട്രീം ഗ്രീഡ്. അത് നമുക്ക് ഏത് സ്റ്റോക്ക് കിട്ടിയാലും അത് ഇനി ഭയങ്കര വലിയ റാലി നടത്തുമെന്നും പറഞ്ഞിട്ട് നമ്മൾ ഒന്നും നോക്കാണ്ട് അതിൻ്റെ കാര്യങ്ങളൊന്നും നോക്കാണ്ട് നമ്മൾ എന്ത് ചെയ്യും, വാങ്ങിക്കുന്നൊരു പോയിൻ്റാണ് എക്സ്ട്രീം ഗ്രീഡ്. പക്ഷേ എക്സ്ട്രീം ഫിയറോ 30 താഴെയാണ് അത് വരുന്നത്. പക്ഷേ ഈ ഒരു സോണിൽ നമ്മൾ എത്ര ധൈര്യമുള്ള നല്ല സ്റ്റോക്കാണെങ്കിലും ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്ത സ്റ്റോക്കാണെങ്കിലും എന്തു ചെയ്യും, ഇനിയും താഴെ പോകും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കയ്യിൽ നല്ല സ്റ്റോക്കാണെങ്കിലും എന്തു ചെയ്യും, അത് വിറ്റ് കളയുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ വലിയ ഇൻവെസ്റ്റേഴ്സും വലിയ ഫണ്ട് ഹൗസുകളും ചെയ്യുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സ്ട്രീം ഫിയറിൽ എത്തിക്കഴിയുമ്പോഴത്തേനും അവരെന്നാ ചെയ്യും, ഓരോ ഇടിവ് വരുമ്പോഴും നല്ല സ്റ്റോക്കുകൾ വാങ്ങിച്ചു കൂട്ടുകയാണ് ചെയ്യുന്നത്. പക്ഷേ എക്സ്ട്രീം ഗ്രീഡിൽ വരുമ്പോഴോ ഓരോ ഉയർച്ചയിലും അവരെന്നാ ചെയ്യും, ഷോർട്ട് ടൈമിലേക്ക് വാങ്ങിച്ചേക്കണത് വിറ്റ് ലാഭം എടുക്കുന്ന പോയിൻ്റുമായിരിക്കും എക്സ്ട്രീം ഗ്രീഡ്. സാധാരണക്കാർ എന്നാ നേരെ തല തിരിച്ചും ചെയ്യും. അതാണ് നമ്മുടെ സാധാരണക്കാർക്ക് എപ്പോഴും എന്നാ സ്റ്റോക്ക് മാർക്കറ്റ് നഷ്ടം തോന്നാൻ കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളങ്ങ് തലപ്പത്തെത്തി കഴിയുമ്പോഴത്തേനും വാങ്ങിക്കുകയും ഏറ്റവും ലോയിലെത്തി കഴിയുമ്പോൾ വിറ്റ് കളയുകയും ചെയ്യുന്നത്. നിങ്ങൾ പലപ്പോഴും സ്റ്റോക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ വിറ്റ് ചെയ്യുമ്പോഴായിരിക്കും ഈ സ്റ്റോക്ക് റാലി നടത്തുന്നത്. അതിൻ്റെ ഒരു മെയിൻ കാരണം ഈ ഒരു സോണ. അപ്പോൾ അത് വരാതിരിക്കാൻ തന്നെ ഈ ഒരു ഇൻഡെക്സ് നിങ്ങൾ വാച്ച് ചെയ്താൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് എന്നാ ചെയ്യും, ഇത് മാറിക്കിട്ടുമെന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്കിതുവരെ ഒരു തെറ്റ് ഇതിൻ്റെ അകത്ത് നോക്കിയിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ സാധാരണഗതിയിൽ കാണാറുള്ളത് 20 താഴെയും 10 മുകളിലും വരുമ്പോഴാണ് അവൻ ആ ഒരു കൺസോൾട്ടേഷൻ കഴിഞ്ഞ് പുതിയ ഉയരം കുറിക്കുന്നതെന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ സ്റ്റോക്കിൽ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിർമ SGX ആണ്. ഇപ്പോൾ ഞാനിത് ഒരു കുറച്ച് ദിവസം മുമ്പ് ഇതിനെക്കുറിച്ച് വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ വീണ്ടും ഇട്ട എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അന്ന് പറഞ്ഞതിനേക്കാളും നല്ലൊരു കറക്ഷനാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നേക്കണത്. അപ്പോൾ ഇതാണെങ്കിൽ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു പ്രൊഡക്റ്റ് അല്ലേ. അപ്പോൾ ഇവരാണെങ്കിലോ മേക്ക് ഇൻ ഇന്ത്യയുടെ ഉപഭോക്താവ്, മേക്ക് ഇൻ ഇന്ത്യയുടെ ഒരു ഗുണഭോക്താവ്, പിന്നെ ഇന്ത്യയിൽ എന്നാ വെച്ച് കഴിഞ്ഞാൽ China+1 പോളിസിയുടെ ഗുണഭോക്താവ്. അങ്ങനെ ഒരുമാതിരി ഒരു കൂട്ടം പോസിറ്റീവ് പോയിന്റുകൾ ഇവർക്കുണ്ട്. പിന്നെ ഇന്ത്യ കയറ്റുമതി പ്ലാൻ ചെയ്തേക്കണതിൻ്റെ അകത്ത് ഒരു മേജർ ഒരു നല്ല പോയിന്റ് ഇവർക്ക് അതിൻ്റെ അകത്ത് കൊണ്ട് നല്ലൊരു ബെനിഫിറ്റ് കിട്ടാനായിട്ട് സാധ്യതയുള്ളൊരു സ്റ്റോക്കാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും ഭാവിയിലേക്ക് ഒരുപാട് മെച്ചം കിട്ടാനും ഒരുപാട് ഉയരങ്ങളിൽ പോകുമെന്ന് വിചാരിക്കുന്ന ഒരു സ്റ്റോക്കും കൂടിയാണിത്. ഇത് എൻ്റെ കയ്യിലിരിക്കുന്ന സ്റ്റോക്കാട്ടോ. ഞാനിപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല. കാരണം എന്നാ വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തത് കാരണം ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ ഇതിൻ്റെ അത് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ എന്തൊക്കെയാണ്, ഓട്ടോമോട്ടീവിലുണ്ട്, കൺസ്യൂമറുണ്ട്, ഹെൽത്ത് കെയറിലുണ്ട്, ഇൻഡസ്ട്രിയിലുണ്ട്, IT ഉണ്ട്, റെയിൽവേ ഉണ്ട്. ഈ ഏരിയസിലൊക്കെയാണ് അവരുടെ ആ പോയിന്റുകൾ കിടക്കുന്നത്.
അപ്പോൾ അതൊക്കെ നിങ്ങളെടുത്ത് സ്വന്തമായിട്ട് വായിച്ച് നോക്കുക കേട്ടോ. കാരണം എന്നാ വെച്ചാൽ അല്ലെങ്കിൽ എൻ്റെ ഇതിന് മുമ്പത്തെ വീഡിയോ എടുത്ത് കാണുക. ഇപ്പം നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ സ്റ്റോക്കിൻ്റെ ആ ഒരു ചാർട്ട് എങ്ങനെ ഇപ്പോഴത്തെ കിടക്കുന്നതെന്ന് വെച്ചാൽ ഇത് വീക്കിലി ചാർട്ടാണ്. അപ്പം ഇത് നോക്കിയേ, ഹൈ വന്നേക്കണത് എത്രയാണ്? ഇവിടുന്ന് ഒരു നല്ല റാലി വന്നു, അത് കഴിഞ്ഞിട്ട് വലിയൊരു ഇവിടെ ഈ സോൺ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും വലിയ റാലി വന്നിട്ട് എവിടം വരെ പോയി? 706 വരെ പോയിട്ടാണ് ആ 700-ന് മുകളിൽ പോയിട്ട് അവിടെ നിന്നാണ് ഇപ്പോൾ ലോവർ ഹൈ ഫോർമേഷൻ വന്നത്. ഈ ഏരിയ വെച്ചിട്ടായിരുന്നു ഞാനൊന്ന് വീഡിയോ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ തന്നെ വലിയൊരു കറക്ഷൻ വന്ന് അതിൻ്റെ ഞാൻ പറഞ്ഞ ആ സപ്പോർട്ട് ഏരിയയിലേക്കാണ് വന്നേക്കുന്നത്. അപ്പോൾ ആ സപ്പോർട്ട് ഏരിയ ഏതൊക്കെയാണ്? 400-നും 386-നും ഇടയിലാണ് ഒരു ഫസ്റ്റ് സപ്പോർട്ട് കാണുന്നത്. ഇത് കറക്റ്റ് ചെയ്യുവാണെങ്കിൽ മാത്രമാണ് താഴത്തേക്ക് പോരുള്ളൂ. സാധാരണ നോർമൽ എൻ്റെ ഒരു കണക്കൂട്ടൽ ശരിയാണെങ്കിൽ ഇത് കറക്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി പേടിപ്പെടുത്താൻ വല്ലതും ഒരു പേടിപ്പിക്കാൻ വേണ്ടി ഒന്നുകൂടി ഒന്ന് താഴത്തേക്ക് വന്നാലേ ഉള്ളൂ. എന്നാലും അത് പെട്ടെന്ന് തന്നെ മുകളിലേക്ക് പോകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഈ ഏരിയ വരുമ്പോൾ നല്ലൊരു ബൈയിങ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇൻ കേസ് ഈ ഏരിയ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ അടുത്ത സപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുമ്പ് വന്നേക്കണ ആ ലിസ്റ്റ് ചെയ്ത കാലത്ത് വന്ന ആദ്യത്തെ റെസിസ്റ്റൻസ് ഏരിയ ആയിട്ടുള്ള 309-നും 344 ഇടയിലായിരിക്കും പിന്നത്തെ ഒരു സപ്പോർട്ടുള്ളത്. ഇങ്ങോട്ട് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇത് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ വരുള്ളൂ. അല്ലെങ്കിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഏരിയയിൽ കൺസോളിഡേഷൻ ചെയ്ത് സപ്പോർട്ട് എടുത്ത് 494 ഫസ്റ്റ് റെസിസ്റ്റൻസ്, അത് കഴിഞ്ഞ് 536, 601, 664, പിന്നെ ഓൾ ടൈം ഹൈ ആയിട്ടുള്ള റെസിസ്റ്റൻസിലേക്ക് പോകും. ഈ ഏരിയ മറികടന്നു കഴിഞ്ഞാൽ പിന്നെ വലിയൊരു റാലിക്കായിരിക്കും ചാൻസ് കൂടുതൽ. എൻ്റെ ഒരു കണക്കുകൂട്ടലനുസരിച്ച് വലിയൊരു നമുക്ക് ഭാവിയിലേക്ക് അടുത്തൊരു 10-15 വർഷത്തിനുള്ളിൽ തന്നെ വലിയൊരു റിട്ടേൺ നേടിത്തരാൻ കെൽപ്പുള്ള ഒരു കമ്പനിയും കൂടിയാണ് ഏത് ഈ സിർമ SGX എന്നുള്ളതാണ്. ഇത് എൻ്റെ കയ്യിലിരിക്കുന്ന സ്റ്റോക്കും കൂടിയാട്ടോ. ഇനി നമുക്ക് നോക്കാനുള്ള തന്നെ അടുത്ത കമ്പനി എന്ന് വെച്ചാൽ ഏതാ? ആസ്റ്റർ DM ഹെൽത്ത് കെയർ. ഈ ഒരു ഹോസ്പിറ്റലിൻ്റെ ഒരു ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊരു ചെയിൻ സർവീസായിട്ട് പോണ. അപ്പോൾ ഇങ്ങനെയുള്ള ഇപ്പം തന്നെ 7 കൺട്രീസുകളോളം ഉണ്ട് അവർക്ക്. 34ഓളം ഹോസ്പിറ്റൽ, 131 ക്ലിനിക്കുകളുണ്ട്. ഇന്ത്യയിലാണെങ്കിൽ തന്നെ ഇപ്പോൾ തന്നെ ഈ ഏരിയ അങ്ങോട്ട് വികസിച്ച് ഭാവിയിലേക്ക് അടുത്തൊരു 10-15 വർഷത്തിനുള്ളിൽ തന്നെ ഇന്ത്യയിൽ മൊത്തത്തിൽ ഇവർക്ക് ഒരു ശൃംഖല തന്നെ ഒരു ചെയിൻ പോലെ ഹോസ്പിറ്റലുകൾ എവിടെ പോയാലും ആസ്ട്രോ എന്ന് പറഞ്ഞ് കാണാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ആയിരിക്കും ഇവരുടെ ഒരു രീതി വെച്ചിട്ട് അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ ഭാവിയിലേക്ക് വലിയൊരു റിട്ടേണും അതിനനുസരിച്ച് അതിൻ്റെ ബെനിഫിറ്റൊക്കെ കിട്ടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? ഈ ഹോസ്പിറ്റലിൻ്റെ ഷെയറും അതുപോലെ തന്നെ വളരാനായിട്ട് സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ വലിയൊരു വളർച്ചാ സാധ്യത നിലനിൽക്കുന്ന ഒരു മേഖലയാണ് ഈ ആരോഗ്യം എന്ന് പറയുന്നത്. ഈ ആരോഗ്യം എന്ന് പറയുമ്പോൾ തന്നെ എന്താ സംഭവിക്കുന്നത്? ഇപ്പം തന്നെ ഇന്ത്യ ഒരു നെക്സ്റ്റ് വളർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും ഓരോരുത്തർക്ക് വരുമാനമൊക്കെ കൂടുമ്പോൾ അവരുടെ ആരോഗ്യം നോക്കും. ആരോഗ്യം നോക്കുമ്പോഴത്തേനും അവർ നല്ല നല്ല ഹോസ്പിറ്റലുകൾ ചൂസ് ചെയ്യും. നല്ല ഹോസ്പിറ്റലുകൾ ചൂസ് ചെയ്യുമ്പോഴത്തേനും എന്ത് ചെയ്യും? ഇതുപോലെയുള്ള വലിയ വലിയ ഹോസ്പിറ്റലുകളും ഏരിയയിലേക്ക് വന്ന് അതിൻ്റെ ബെനിഫിറ്റ് നേടാനായിട്ട് പരമാവധി ശ്രമിക്കും. അങ്ങനെ വരുമ്പോൾ ഈ ഹോസ്പിറ്റലൊക്കെ വലിയൊരു റാലിക്ക് ചാൻസ് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് നോക്കേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തെ ആ ഒരു ബെനിഫിറ്റ് നേടണമെങ്കിൽ എന്ത് ചെയ്യുക? അത് ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്താലാണ് നേടാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. ഇതും എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു സ്റ്റോക്കും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ആദ്യമായിട്ട് വീഡിയോ ഇട്ടത് ഒരുപാട് താഴെന്നായിരുന്നു ഇട്ടേക്കണത്. ഇപ്പം ഇതും ഞാൻ ഈ കുറച്ച് നാൾ മുമ്പ് ഫുള്ള് വീഡിയോ ചെയ്തേക്കണം കേട്ടോ. അതുകൊണ്ടാട്ടോ ഇത് ഞാൻ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒന്നും പറയാത്തത്. ഇതിൻ്റെ ചാർട്ട് നോക്കി നല്ലൊരു ലെഫ്റ്റ് ടു റൈറ്റ് കയറ്റമുള്ള നല്ല ചാർട്ടാണ്. അപ്പോൾ ഇതിൻ്റെയും ഇത് നോക്കി ഇപ്പോഴത്തെ ഒരു കൺസോളിഡേഷൻ റേഞ്ച്, ഇത് മന്ത്ലി ചാർട്ടാട്ടോ. ഇതൊരു കൺസോളിഡേഷൻ റേഞ്ചായിട്ട് ഇരിക്കുന്നത്. സപ്പോർട്ട് കിടക്കുന്ന എവിടെയാണ്? 311-നും 347-നും ഇടയിലാണ് സപ്പോർട്ട് വന്നേക്കുന്നത്. റെസിസ്റ്റൻസ് വന്നേക്കണതാണ് 385-നും 429-നും ഇടയില. ഈ ഏരിയ കിടന്നാണ് കൺസോളിഡേഷൻ ചെയ്യുന്നത്. ഇതിൻ്റെ ഈ 311-ന് താഴത്തേക്ക് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഈ
ഇതിൻ്റെ താഴത്തേക്കുള്ള ലെവൽ വരുള്ളൂ. അത് ആ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 252 ഏരിയയിലേക്കാണ്. ആ ഏരിയ വരാനായിട്ട് സാധ്യത തീരെ കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏരിയ വന്നപ്പോൾ തന്നെ നല്ല ബൈങ് വന്ന് മുകളിലേക്ക് പോയി. ഇപ്പോൾ 385 മുകളിലേക്ക് ഈ മാസം മന്ത് എൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 429 എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് മറികടക്കാനുള്ള എല്ലാ സാധ്യതയുണ്ടെന്നുള്ളത്. കാരണം എന്താ വെച്ചാൽ ഇതിനു മുമ്പ് അങ്ങനത്തെ ഒരു ക്ലോസിങ് വന്നിട്ടില്ല. അത് വരുമോ എന്നുള്ളത് ഈ മാസം അവസാനം കണ്ട് നമുക്കറിയാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഫണ്ടമെൻ്റലായിട്ട് കാര്യങ്ങളൊക്കെ നോക്കി പോവുകയാണെങ്കിൽ അടുത്ത വലിയ റാലിക്ക് മുന്നോടിയായിട്ട് നമുക്ക് തന്നെ ഈ സ്റ്റോക്കിനെ കുറിച്ച് പഠിച്ചു വെക്കാൻ ഇനി ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഈ ഒരു മാർക്കറ്റിൻ്റെ ഒരു മൂഡ് നോക്കി എക്സ്ട്രീം ഫിയർ ഏരിയയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റിയ നല്ല സ്റ്റോക്കുകൾ വാങ്ങിച്ചിടുകയാണെങ്കിൽ നമുക്കെന്താ പേടിക്കാനുണ്ടോ? ഇപ്പോൾ വന്നേക്കണ പേടിപ്പെടുത്തുന്ന ന്യൂസുകളൊക്കെ എന്തോന്നാണ്, ചെറിയ ന്യൂസുകളൊക്കെ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ അത് ലോങ് ടൈമിലേക്ക് ഒരിക്കലും അതിന് നിലനിൽപ്പില്ല. ഇത് ഇപ്പോൾ വന്നേക്കണ ആ ന്യൂസ് വരുമ്പോൾ അവരൊക്കെ ഒന്ന് അന്വേഷിച്ച് കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേനും എന്ത് പറ്റും, അതിൻ്റെ തീരുമാനങ്ങളൊക്കെ ആവും. തീരുമാനങ്ങളായി കഴിയുമ്പോഴത്തേനും വീണ്ടും മാർക്കറ്റ് റാലി നടത്തും. മാർക്കറ്റിനൊന്നും അറിഞ്ഞിട്ടില്ലാത്ത പോലെ അങ്ങ് പോവുകയും ചെയ്യും. അപ്പം നമ്മൾ തന്നെ ഈ ഇതുപോലെയുള്ള ന്യൂസ് വരുമ്പം പേടിച്ച് ഇട്ടെറിഞ്ഞ് പോകാതെ എന്ത് ചെയ്യുക, ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതും ഫണ്ടമെൻ്റലായിട്ടും സ്ട്രോങ് ആയിട്ടുള്ളത്, നന്നായിട്ട് സെയിൽസ് കൂടുന്നത്, അതിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കൂടുന്നത്, അതിൻ്റെ റിസർവ് കൂടുന്നത്, കടം കുറയുന്നത്, FIS DISൻ്റെ ഒക്കെ പൊസിഷൻസ് അവരെങ്ങനെ വാങ്ങിച്ച് കൂട്ടുവാണോ അവർ വിറ്റ് മാറുകയാണോ. അപ്പോൾ അതെന്തിനാണ് നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെക്കാൾ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റിസർച്ച് പോയിന്റുകളൊക്കെ അവർക്കുണ്ട്, റിസർച്ച് ടീമുകളുണ്ട്. അപ്പോൾ നമ്മളെക്കാളൊക്കെ ഒരുപാട് മെച്ചപ്പെട്ടാണ് അവരുടെ ഇതുള്ളത്. അപ്പോൾ അവരുടെ അവർ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഒന്നും കാണാണ്ട് അവർ ആ സ്റ്റോക്കിൽ ഇൻക്രീസിങ് നടത്തില്ല. അപ്പോൾ അത് കൂടാണ്ട് എന്ത് ചെയ്യണം, ഈ ചാർട്ടൊക്കെ അത്യാവശ്യം നോക്കി പഠിച്ചു വെക്കുക. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് മാക്സിമം ചാർട്ട് പാറ്റേൺ എടുത്ത് ലെഫ്റ്റ് ടു റൈറ്റ് കയറ്റമാണെന്നെങ്കിലും നോക്കുക. പിന്നെ ഇടിയുമ്പോൾ എന്തിനാ വെച്ചാൽ കമ്പനിയുടെ കുഴപ്പം കൊണ്ടാണ്, കമ്പനിക്ക് ഫണ്ടമെൻ്റലായിട്ട് എന്തെങ്കിലും കുഴപ്പം കൊണ്ടാണ് വന്നേക്കണമെന്ന് നോക്കുക. പിന്നെ റിസൾട്ട് കാണുമ്പോഴത്തേന് ഒരു ക്വാർട്ടറിൽ പ്രോഫിറ്റ് ഇച്ചിരി കുറഞ്ഞു പോയെന്നും പറഞ്ഞുകൊണ്ട് നമ്മളെന്തോ അതിനെ പേടിച്ച് വിറ്റ് കളയാതെ നോക്കുക. എന്നിട്ട് തന്നെ അതിൻ്റെ ബാക്കിയുള്ള എല്ലാ അതിൻ്റെ പാരാമീറ്റേഴ്സും നോക്കിയിട്ട് വേണം, എല്ലാ ഏരിയകളും നോക്കിയിട്ട് വേണം നമ്മൾ തീരുമാനം എടുക്കാൻ. അല്ലാണ്ട് ഒരു ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്ന ഒരു ക്വാർട്ടറിൽ റിസൾട്ട് മോശമായെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ തന്നെ സ്റ്റോക്ക് വിറ്റ് കളയാതിരിക്കുക. പിന്നെ നമുക്ക് നോക്കേണ്ട എന്നാ, ലോങ് ടൈമിലേക്ക് ഈ ഇതുപോലെയുള്ള പേടിപ്പെടുത്തുന്ന ന്യൂസുകളൊന്നും മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യില്ല. അതിന് നമുക്ക് പറയാൻ കാരണം എന്നാ, നിഫ്റ്റിയുടെ ചാർട്ട് തന്നെ എടുത്ത് ലോങ് ടൈമിലേക്ക് നോക്കി പല ന്യൂസുകൾ ഇത്രയും കാലത്തിനിടയിൽ വന്നിട്ടില്ലേ, അതൊന്നും മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടോ? ഒന്നും എഫക്റ്റ് ചെയ്തിട്ടില്ല. ഇപ്പോഴും വലിയ റാലിക്ക് ഇനിയും തയ്യാറെടുത്തുകൊണ്ടിരിക്കുക. അടുത്തൊരു 10-15 വർഷം എന്ന് പറയുമ്പോൾ വലിയൊരു നല്ല കാലമാണ് വരുന്നത്. ഈ യുദ്ധവും കാര്യങ്ങളും ഇതൊക്കെ എന്നാ വെച്ചാൽ ഒരുപാട് കാലം കൊണ്ടൊന്നും നീട്ടിക്കൊണ്ടു പോകാനൊന്നും പറ്റിയില്ല. അത് ഒരു നിശ്ചിത കാലം കഴിയുമ്പോഴത്തേനും അതൊക്കെ കെട്ടടങ്ങും. അവരൊക്കെ മടുത്ത് കഴിയുമ്പോഴത്തേനും അതൊക്കെ നിർത്തിയിട്ടും എല്ലാം മാറിക്കോളും. അല്ലെങ്കിൽ അവരുടെ കാശ് തീരുമ്പോഴത്തേനും ആ പരിപാടി അങ്ങ് നിർത്തിക്കോളും. അത് നമ്മളെ സംബന്ധിച്ച് നമ്മൾ പേടിക്കേണ്ട ഒരു കേസല്ല. നമ്മൾ ഫണ്ടമെൻ്റലായിട്ട് കമ്പനിയുടെ ഫണ്ടമെൻ്റലും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് പോകാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതുപോലുള്ള പുതിയ നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയ വീഡിയോ വരുന്നവരെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെയുള്ള സ്റ്റോക്കിൻ്റെ ഫണ്ടമെൻ്റലുള്ള കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് പഠിക്കാനും കൂടി നോക്കാമെന്ന് പറഞ്ഞിട്ട് നിർത്തുന്നു. ബായ്.